നല്ലവരായതുകൊണ്ട് ദൈവം നമ്മളെ ഇങ്ങ് തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഇനി നമുക്ക് അവരെല്ലാം ചീത്ത പറയാമെന്നല്ല, അവരെല്ലാം വഴക്ക് പറയാം, അല്ലെങ്കിൽ അവരൊന്നും കൊള്ളത്തില്ല, നിങ്ങളൊന്നും കൊള്ളത്തില്ലടേ, ഞങ്ങളാണ് നല്ലവരെന്ന് അല്ലാത്തത് കൊണ്ടാണ് പല വിശ്വാസികളും രക്ഷയിലോട്ട് വന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിക്കുന്നത്. അതിൽ വന്നിട്ട് ഇവൻ നന്നായില്ലേ എന്ന് നമ്മളെ പലരെയും കുറിച്ച് ചോദിക്കുന്ന എന്തുകൊണ്ടാണ്? അവർ അന്ന് രക്ഷിക്കപ്പെട്ടു, അത് സത്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ നോക്കണം. അവിചാരിതമായാണ് കർത്താവ് എനിക്ക് ഒരു അവസരം ദൈവം തന്നത്. ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കാൻ തക്കോണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചു. അവന്റെ പുത്രന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു, അവന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. അവനെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിപ്പാൻ തക്കണം നമുക്കൊരു കൃപ തന്നു. ആ ശമന്യ സ്ത്രീ ഒരിക്കലും ഒരു വിശ്വാസിയായിരുന്നില്ല. അവള് വിശ്വാസി ആവുന്നതിന് മുമ്പെയാണ് അവൾക്ക് ആ സത്യം വെളിപ്പെടും. എന്നിട്ട് ആ സത്യത്തിലേക്ക് അവളെ നടത്തി. ആത്മാവിനും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ തക്കണം അവളെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മളൊരു പുതിയ ജീവിതം ജീവിക്കാനാണ്. നമ്മൾ ആ പുതിയ അവസ്ഥയിലേക്ക് നാം കടന്നു വരികയാണ്. കർത്താവ് പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല. അപ്പൊ നമ്മൾ പുതുതായി ജനിക്കണേ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ച നാം ഓരോരുത്തരും പുതുതായി ജനിക്കുന്ന ഒരവസ്ഥ കൂടെ വേണം. നമുക്ക് രക്ഷിക്കപ്പെടാം, നമ്മുടെ പാപങ്ങളിൽ നിന്ന്, പഴയ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കപ്പെടാം. എന്നാൽ നമ്മളൊരു പുതിയ മനുഷ്യനായി തീരുന്നത് ദൈവത്തിന്റെ വചനത്താലും അവന്റെ ആത്മാവിലും നാം വീണ്ടും ജനിക്കുമ്പോഴാണ്. നമ്മുടെ പഴയ വിഗ്രഹങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ, നമ്മുടെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന മാത്രമല്ല, നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ദൈവിക സ്വഭാവങ്ങളുണ്ട്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം, ഇന്നാരോട് നമുക്ക് വേണ്ടി എതിരിടണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി ദൈവം നമുക്ക് അതത് സമയത്ത് തന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് പുതിയ നിയമത്തിൽ ഒരുപാട് സമയത്ത്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ യേശുവിന്റെ സ്വഭാവം ഒരുപാട് നമുക്ക് വ്യക്തമായി തരുന്നുണ്ട്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മുടെ ഒരു കരണത്തടിക്കുന്നവർക്ക് മറ്റേ കരണം കാണിച്ചു കൊടുപ്പാൻ, നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നവരോട് തിരിച്ചു ചോദിക്കാതിരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായ നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്ന് ഒരു ഭക്തനായ മനുഷ്യനെ ഈ ലോകപ്രകാരം ഭക്തരെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് സങ്കല്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളെ കർത്താവിന്റെ ഹൃദയം എന്താണെന്ന് വെളിപ്പാടുകളായിട്ടാണ് അത് തന്നത്. അത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് സങ്കല്പിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവിക സങ്കല്പങ്ങളെ അല്ല. യേശു അത് പറയുന്നത് വരെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു മത നേതാവോ ലോക ആചാര്യന്മാരോ അങ്ങനെ ഒരു സങ്കല്പം, ശത്രുവിനെതിരെയുള്ള സങ്കല്പങ്ങൾ മൊത്തം മാറ്റി എഴുതിയ ഒരു ഇതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അത് പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായും സംഭവിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, നമ്മൾ ഒരു പുതിയ വ്യക്തിയായും തീരണം. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്നു, നാം പുതിയ മനുഷ്യനായി തീരണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കത്തോലിക്കരായിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളെല്ലാവരും നല്ല ഭക്തരാണ്, പിന്നെ വേറെ ചിലരെക്കാൾ നമ്മൾ ഭക്തരാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആലോചിച്ചില്ല ദൈവത്തിന്റെ സ്റ്റാൻഡേർഡോളം നമ്മൾ നല്ലവരാണോ എന്ന്. നമ്മളെപ്പോഴും ഇന്നയാളെക്കാൾ നന്നായിരുന്നു, പക്ഷെ ദൈവത്തെ പോലെ നല്ലവരാണോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. നമ്മൾ കുഴപ്പമില്ല, ഞാൻ തരക്കേടില്ലാതെ ജീവിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് നാം നമ്മുടെ സ്വഭാവം ശരിയായി തിരിച്ചറിയുന്നത്. നമ്മളെ കർത്താവ് കത്തോലിക്ക സഭയിൽ നിന്നോ ഹൈന്ദവ സമുദായത്തിൽ നിന്നോ മുസ്ലിം സമുദായത്തിൽ നിന്നോ നമ്മളെ വേർതിരിച്ചത് ഒരിക്കലും നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, ആ സഭ ചീത്തയായതുകൊണ്ടല്ല. പക്ഷെ പാപികളായ നമ്മളെ രക്ഷിച്ച് കർത്താവിന്റെ പദ്ധതിയിൽ കർത്താവിനെ പോലെ നന്നവരാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് പലരും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ നല്ലവരായതുകൊണ്ട് ദൈവം നമ്മളെ ഇങ്ങ് തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ഇനി നമുക്ക് അവരെല്ലാം ചീത്ത പറയാമെന്നല്ല, അവരെല്ലാം വഴക്ക് പറയാം, അല്ലെങ്കിൽ അവരൊന്നും കൊള്ളത്തില്ല, നിങ്ങളൊന്നും കൊള്ളത്തില്ലടേ, ഞങ്ങളാണ് നല്ലവരെന്ന് വെല്ലുവിളിക്കാനല്ല. നമ്മളിൽ ചിലരോട് ദൈവം കരുണ തോന്നി അവരെല്ലാവരെയും വിട്ടിട്ട് ചിലരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പരിശുദ്ധി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ കഴിയില്ലാത്ത നമ്മളിലൂടെ ദൈവം എത്ര ശക്തനാണ്, ദൈവം നമ്മളോട് എന്തുമാത്രം ആഴത്തിൽ ക്ഷമിച്ചു എന്ന് കാണിക്കാനാണ് അത്രയും ഭാഗ്യങ്ങളായ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾക്ക് നമ്മുടെ ഹൃദയം നമ്മൾ ശോധന ചെയ്താൽ നമ്മളെ പോലെ ഒരാളെ ഈ ലോകത്തിൽ ആരും തിരഞ്ഞെടുക്കത്തില്ല. നമുക്കറിയാം നമ്മളെ പലരും തിരഞ്ഞെടുത്തില്ല. നമുക്ക് അതിൽ ഇന്നും ദുഃഖമുണ്ട്. നമ്മുടെ കുടുംബക്കാരൻ നമ്മൾ തള്ളി, കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചില സംഘങ്ങളിലോ ക്ലബുകളിലോ നമ്മളെ ഒന്നും എടുക്കത്തില്ല, ചിലരുടെ കൂട്ടത്തിൽ നമ്മളെ എടുക്കത്തില്ല. പക്ഷെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ദൈവത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെടുത്താനാണ്. അല്ലാതെ നമ്മുടെ കുറെ കഴിവുകൾ വെളിപ്പെടുത്തി നമ്മളെ അങ്ങ് മഹത്വീകരിക്കാനല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വം
വെളിപ്പെടാൻ. യേശു അത് വേറൊരാട് ഒരു കുരുടനായി പിറന്നവൻ എന്തുകൊണ്ട് കുരുടനായി പിറന്നു? ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവേണ്ടാന്ന്. അല്ലാതെ അവൻ മറ്റു അനേക കുരുടന്മാരിൽ നല്ലൊരു കുരുടനായതുകൊണ്ടല്ല. പിന്നെയോ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു, അയാൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് കർത്താവ് ഒരാളെ തിരഞ്ഞെടുത്തത്. അതുപോലെ നമ്മളെയും കർത്താവ് തിരഞ്ഞെടുത്തു. എന്നിട്ട് കർത്താവ് വീണ്ടും പുതുതായി ജനിക്കുന്ന ആ അവസ്ഥയിൽ, നമ്മൾ ആ പുതുതായി ജനിച്ച അവസ്ഥയിൽ പുതിയ മനുഷ്യനായി തീർന്നിട്ട് നമ്മുടെ രക്ഷയെ ആ പുതിയ മനുഷ്യനിൽ സൂക്ഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ രക്ഷ നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പാത്രം എന്ത് ചെയ്യും? ചീന്തിപ്പോവും അല്ലേ? പഴയ വസ്ത്രം പുതിയതിൽ നിന്ന് ചീന്തിപ്പോവും, തുരുത്തി പൊളിഞ്ഞു പോകും. പുതിയ മനുഷ്യനെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ്. പുതു മനുഷ്യനിലാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം എപ്പോഴും നാം സൂക്ഷിക്കേണ്ടത്. പുതിയ മനുഷ്യനാകുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൽ വീണ്ടും ജനനം പ്രാപിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ആ രക്ഷയുടെ അനുഭവത്തിൽ വളർന്ന് വളർന്ന് വരയണം. അപ്പോൾ മാത്രമേ നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കത്തുള്ളൂ. അല്ലാത്തത് കൊണ്ടാണ് പല വിശ്വാസികളും രക്ഷയിലോട്ട് വന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് ചോദിക്കുന്നത്. അതിൽ വന്നിട്ട് ഇവൻ നന്നായില്ലേ എന്ന് നമ്മളെ പലരെയും കുറിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ അന്ന് രക്ഷിക്കപ്പെട്ടു, അത് സത്യമാണ്. പക്ഷെ അവരുടെ രക്ഷ പുതിയ മനുഷ്യനിലല്ല സൂക്ഷിച്ചത്. അവരാ വന്ന പാടെ ഇവിടെ വന്ന് ഇവിടെയും വലിയ ആൾക്കാരാവാൻ ശ്രമിച്ചു. ഒരു ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊണ്ടില്ല. ശിശു എന്ന പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവൻ അതിൽ കടക്കുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് ഞാൻ ആമേൻ ആമേൻ എന്ന് പറയും. സത്യമായിട്ട് പറയുന്നു. അപ്പൊ പുതുതായി ജനിക്കണം. രക്ഷിക്കപ്പെട്ടാൽ പോരാ. അപ്പൊ രക്ഷയും പുതുജനവും രണ്ടും രണ്ടാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷകളിൽ നിന്ന് നമ്മൾ വിടിയിക്കപ്പെടുന്നു. പക്ഷെ ഇനി ഒരു പാപം ചെയ്യാത്ത പുതിയൊരു സ്വഭാവം. ആദാമിന്റെ മകനായി ജനിച്ച എനിക്ക് യേശുക്രിസ്തുവിന്റെ മകനായി തീരത്തക്കണം, ഈ സ്വർഗീയ പിതാവിന്റെ മകനായി തീരത്തക്കവണ്ണമുള്ള ഒരു പുതിയ സ്വഭാവത്തിലേക്ക് ഞാൻ ജനിക്കുന്നതാണ് പുതുജന. അത് ആത്മാവിലാണ് സംഭവിക്കുന്നത്. ആത്മാവിനാലും ജലത്താലും ആ പുതിയ അനുഭവം നാം പ്രാപിച്ച് അതിൽ വളർന്നാൽ മാത്രമേ ആ രക്ഷ ഭദ്രമായിരിക്കത്തുള്ളൂ. രണ്ടും ഭദ്രമായിരിക്കും. തുരുത്തിയും ഭദ്രമായിരിക്കും, വീഞ്ഞും ഭദ്രമായിരിക്കും. പഴയ പുതുവസ്ത്രവും പുതിയ കണ്ടവും രണ്ടും ചേർന്നിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചീന്തൽ വല്ലാതെയാവും. പലരുടെയും ജീവിതത്തിന്റെ ചീന്തൽ വല്ലാതെയായി നാം കാണുന്നതിന്റെ ഒന്നാമത്തെ കാരണം അത് പഴയതിനെയും പുതിയതിനെയും കൂടെ അവിടെ കണ്ട ആചാരങ്ങളെല്ലാം ഇവിടെയും വേണം. പലപ്പോഴും നാം പല ബന്ധകോസ് സഭകളിലും വന്നു കഴിഞ്ഞാൽ എവിടത്തേക്കോ ആചാരങ്ങളുടെ ഒരു പരിചയം നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നുണ്ട്. അവിടുത്തെ ആചാരങ്ങൾ ഇവിടെയും കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ നല്ലത് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അത് ഒരു ആചാരമായി തീരരുത്. പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനൊത്തവണ്ണം ആ ശുശ്രൂഷകൾ മാറുകയും പ്രവർത്തിക്കുകയും വേണം. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ഈ ദേശത്ത് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ പുതിയ മനുഷ്യരായി ഒരു ശിശുവെന്ന പോലെ ദൈവസന്നിധിയിൽ താണിരുന്ന് പഠിച്ച് വളർന്ന് കർത്താവിന്റെ ശുശ്രൂഷ ആയി തീരുമ്പോൾ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അപ്പോസ്തലൻ പറയുന്നത്, പുതിയ ശിഷ്യന്മാർ എന്താവരുത്? അധ്യക്ഷന്മാരോ ശുശ്രൂഷന്മാരോ ആവരുതെന്ന് പറയുന്നത്. പഠിച്ച് പുതിയ ശിശു എന്ന പോലെ അവൻ ദൈവസന്നിധിയിലിരുന്ന് പഠിച്ച് വളർന്ന് സഭയുടെ കീഴിൽ നിന്ന് വളർന്ന് പഠിച്ച് അവൻ എന്ത് ചെയ്യണം? ശുശ്രൂഷ പ്രാപിക്കണം. അവനെയാണ് കൈവച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കേണ്ടത്. എല്ലാവർക്കും പുതിയ ജനനത്തിന്റെ ഒരു അനുഭവം നിങ്ങൾ എത്ര വർഷമായാലും നിങ്ങൾക്ക് പൊതുജനത്തിന്റെ അനുഭവം പ്രാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും സാധ്യമാണ്. നിക്കോദോമസ് പറഞ്ഞ വയസ്സനായ ശേഷം ഞാൻ വീണ്ടും ജനിക്കാൻ കഴിയുമോ? എപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു അപ്പോൾ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ കഴിയുമെങ്കിൽ പൊതുജനത്തിന്റെ അനുഭവം പ്രാപിക്കാനും ആത്മാവിൽ വളരാനും നമുക്ക് കഴിയും. ഈ 6-ാം അധ്യായത്തിൽ ഞാൻ എടുക്കാൻ കാര്യം, യേശു അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്ക് യേശു അവിടെ നിന്ന് മാറിപ്പോയി. തിരിച്ച് വീണ്ടും യേശുവിനെ തിരക്കിയ ആൾക്കാർ വന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ നിലനിൽക്കുന്ന അപ്പം നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. ഇന്നലെ നീ അവിടെ ഇരിക്കുന്നുണ്ട്, ശിഷ്യന്മാരോടുകൂടെ നീ ഇങ്ങോട്ട് അക്കരെ കടന്നില്ല, വേറെ പടകൊന്നും ഇല്ലായിരുന്നു. നീ എങ്ങനെയാണ് ഇങ്ങനെ വന്നു? നീ എപ്പ ഇവിടെ എത്തി? ഞങ്ങള് യേശുവിനെ തിരഞ്ഞിപ്പോ വന്നപ്പം ഇക്കരെ നിന്ന് യേശു
രാത്രി ഇക്കരെ നിന്ന് യേശു പകലപ്പുറത്ത് ഇരിക്കുന്നു, നീ എങ്ങനെയൊന്നു? പക്ഷെ യേശു അതിന് ഉത്തരം പറഞ്ഞു, ഞാൻ രാത്രി വന്നു, ഞാൻ അത്ഭുതം ചെയ്തു കടലിൽ. യേശു യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നത്തിലേക്കാണ്. യേശു എപ്പോഴും അങ്ങനെയായിരുന്നു. നിക്കോദോമസ് ചോദിച്ചു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ അത്ഭുതമൊന്നും പ്രവൃത്തിയില്ല. യേശു ഉടനെ അതിനൊന്നും പറഞ്ഞില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, നീ അതുപോലെ വരണം എന്നൊന്നും അല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, പുതിയ ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗ്ഗത്തിലില്ല. ആത്മീയ വിഷയങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. നമ്മളോട് ഇതുപോലെ സംസാരിക്കാൻ ഒരുപാട് പേര് വരും, നമ്മളോട് ചർച്ച ചെയ്യാനും ഇങ്ങനെ അങ്ങ് സംസാരിച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോകാനും ഒരുപാട് പേര് വരും. പക്ഷെ നമ്മൾ പറയേണ്ടത് അവരുടെ ആത്മീയ വിഷയങ്ങൾ നേരിട്ട് അങ്ങ് ഇടപെടുകയാണ് ചെയ്യേണ്ടത്. കർത്താവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങൾ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് ശ്രമിപ്പിൻ, അത് പിതാവ് നിങ്ങൾക്ക് തരും. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ ജീവനെ കൊടുക്കുന്നതാവുന്നു. മോശെ മരുഭൂമിയിൽ അപ്പം തന്നു എന്ന് അവര് യേശുവിനോട് വാദിക്കുകയാണ്. അപ്പൊ യേശു പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് തന്നത്, മോശ മുഖാന്തരമായി തരും, നിങ്ങൾ പറക്കിക്കൊള്ളണം എന്നേ പറഞ്ഞുള്ളൂ. തന്നത് സ്വർഗത്തിലെ പിതാവാണ്. യഥാർത്ഥ ഭക്ഷണം അതുമല്ല. യഥാർത്ഥ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് വേണ്ടി മരിച്ച് ജീവനെ കൊടുക്കുന്നതാണ് യഥാർത്ഥ ഭക്ഷണം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവൻ എന്ത് ചെയ്യും? ഇതിൽ ഒരുപാട് ഭാഗത്ത് കാണുന്നത്, നിങ്ങൾക്ക് അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമുക്കൊക്കെയും ഒടുക്കത്തെ നാളിൽ എന്ത് സംഭവിക്കാം എന്നുള്ള വെപ്രാളമാണ് പലപ്പോഴും നമ്മൾ പലരെയും ഒക്കെ തരുന്നത്. നമ്മൾ കത്തോലിക്കലായിരുന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന തന്നെ, മറിയത്തോടുള്ള പ്രാർത്ഥന ഇപ്പോഴും മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷയുണ്ടായിരുന്നു. അപ്പൊ മരണസമയത്ത് നമുക്ക് ഒരു ഇതില്ല, ഉറപ്പില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തേണായി പോകുന്നു. ആ വെപ്രാളം കൊണ്ടാണ് പല മനുഷ്യരും ദൈവത്തെ ഭയപ്പെടുന്നത് തന്നെ. മരിച്ച ശേഷം എന്ത് സംഭവിക്കും? മരിച്ച ശേഷം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്റെ അടുക്കൽ പിതാവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്, അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. അത് ഒരുപാട് എന്നിൽ വിശ്വസിക്കുന്നതിന് ജീവൻ ഉണ്ടാകും, അവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഉണ്ടാകും, അവന് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല എന്റെ അടുക്കൽ വരുന്നവന്. അപ്പൊ സാധാരണ വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ വിശപ്പ് ഉണ്ട്, അത് കർത്താവ് അംഗീകരിക്കുന്നു. മനുഷ്യരുടെ സാധാരണ വിശപ്പും ദാഹവും കർത്താവ് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതും. യേശു ഒരിക്കലും മനുഷ്യരുടെ സാധാരണ ഭൗതിക ആവശ്യങ്ങളെ നിരസിക്കുന്നില്ല. നമ്മളെല്ലാവരും ഭൗതിക, പക്ഷെ കർത്താവിൽ വളർന്നു വരുന്തോറും ഈ ഭൗതിക സാഹചര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ അതിന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ആത്മീയ വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരു അത്ഭുതം കണ്ടായിരിക്കാം, ഒരു അടയാളം കണ്ടിട്ടായിരിക്കാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആദ്യമായിട്ട് കടന്നു വരുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും വർഷങ്ങളായാലും ഈ അത്ഭുതങ്ങൾ കാണാനും അടയാളം കാണാനുമായിട്ട് നിലനിൽക്കരുത്. നമ്മളുടെ വിഷയങ്ങൾ ആത്മീയത്തിലേക്ക് കടക്കണം. ആത്മാവിൽ വളരുന്ന അവസ്ഥകൾ കടയണം. സമൃദ്ധിയായ ജീവനും പ്രാപിക്കുന്നവരായി നാം മാറണം. കളങ്കമോ കപടമോ മറച്ചു വെക്കാൻ പാടില്ല. സഭയ്ക്ക് ദോഷമായ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ കർത്താവിന്റെ ശരീരത്തോട് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യുന്നതിനോടൊപ്പം കർത്താവിന്റെ മേശ എടുക്കുമ്പോൾ സഭയായ കർത്താവിന്റെ ശരീരത്തോടും നമുക്ക് എന്തെങ്കിലും കളങ്കമോ കുറ്റമോ ഉണ്ടോന്ന് നാം നമുക്ക് ദൈവത്തോട് മാത്രമല്ല ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാവേണ്ടത്, കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായ എല്ലാവരോടും നമുക്ക് ശുദ്ധ മനസ്സാക്കിയും ഇതും ഉണ്ടാകണം. ഇല്ല, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനത്തിന്റെ അടുക്കൽ ഇരുന്നാൽ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മളെ ശുദ്ധീകരിക്കുകയും നമുക്ക് വേണ്ടതായ ജീവൻ, വചനം നമ്മളെ എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കാൻ തുടങ്ങും. വചനം നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ തുടങ്ങും. വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ പാപത്തിന്റെ അവസ്ഥകളെയും എടുത്തു കളയാൻ കഴിയും. മറിഞ്ഞിരിക്കുന്ന പാപങ്ങളും നമ്മളെ ഗ്രഹിപ്പിക്കുന്നത് വചനമാണ്. ആ വചനം നമ്മളെ ശുദ്ധീകരിക്കുകയും വീണ്ടും ജീവനുള്ളവരാക്കി, അധികം ചൈതന്യമുള്ളവരാക്കി നമ്മെ തീർക്കുന്നതും ഈ വചനം ആണ്. ഈ വചനപ്രകാരം ജീവിപ്പാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തും. ജീവന്റെ വചനമാണ് അത്. നമുക്ക് പോകുവാൻ വേറെ ഒരു ഇടവുമില്ല. അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വചനം നമ്മുടെ ഉള്ളിൽ ജീവിച്ചാൽ ഒരു പിശാചം ഒരു രോഗവും നമ്മുടെ ഉള്ളിൽ കിടക്കുകയില്ല.